ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ പിങ്കി കിട്ടിയ അവസരം മാക്സിമം മുതലെടുക്കുക. നമ്മുടെ ലക്ഷ്മിയെയും അതുപോലെ നന്ദയെയും ഒക്കെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് പുള്ളിക്കാരിയുടെ ആഗ്രഹങ്ങളൊക്കെ പുള്ളിക്കാരി സാധിച്ചെടുക്കുന്നു. ഗൗതം പോകാനായിട്ട് റെഡിയായിട്ട് വരുന്ന സമയത്ത് ഗൗതത്തിൻ്റെ അടുത്തേക്ക് പിങ്കി പറന്നിങ്ങ് വന്നു. അപ്പം നന്ദയും അതുപോലെ ഗൗതവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ലക്ഷ്മി അവിടെയുണ്ട്. ഇവർ മൂന്ന് പേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഈ പിങ്കി ഓടി വന്ന് നന്ദയെ പിടിച്ചൊരു തള്ളും തള്ളി, അതായത് മാറ്റി നിർത്തിയിട്ട്, എനിക്ക് ഗൗതവുമായിട്ട് ഒന്ന് സംസാരിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താനുണ്ട്, എൻ്റെ കൂടെ ഇച്ചിരി നേരം ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സമയമില്ല, എനിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ടതാണ്, ഇങ്ങനെ ഇരിക്കാനൊന്നും നേരമില്ലെന്നുള്ള കാര്യം ഗൗതം പറയുമ്പോൾ, പ്ലീസ് ഗൗതം, എനിക്കൊരു കുറച്ച് നേരം, ഇത്തിരി നേരം ഗൗതത്തിന് തന്നാൽ മതി, ഞാൻ ഒരുപാടൊന്നും ആവശ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മിയും അതിനെ എതിർത്ത് സംസാരിച്ചു. പക്ഷേ പിങ്കി ആരാ പൊന്നുമോള്, അപ്പോൾ നമുക്ക് കുറച്ചങ്ങ് മാറിയിരിക്കാം, പ്ലീസ് ഗൗതം, എനിക്കൊരു ഇത്തിരി നേരം തന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി പറയുക. എന്നിട്ട് ഇങ്ങനെ നിസ്സഹായമായി നിൽക്കുന്ന നമ്മുടെ നന്ദക്കരികിലേക്ക് ചെന്നിട്ട്, നന്ദ, നീയും കൂടെ പറഞ്ഞാൽ മാത്രമേ ഗൗതം വില്ലിങ് ആവുകയുള്ളൂ, പ്ലീസ് ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പം നന്ദയോട് ഇത് പിങ്കി പറയുന്നത് കേട്ടപ്പോൾ, പിങ്കി എന്താ നന്ദയോട് ഇത്രത്തോളം ഇത് പറയുന്നത്, നന്ദ പിങ്കി പേടിച്ചാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മുടെ ഗൗതം. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ ഗൗതത്തിനോട് നന്ദ പറഞ്ഞു, പിങ്കി പറഞ്ഞതല്ലേ, ചെല്ല് ഗൗതം സാർ, അവൾക്ക് എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, ഒന്ന് ചെല്ല്, പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയണം. അപ്പം നന്ദ അത് പറയുന്നത് കേട്ടപ്പോൾ ലക്ഷ്മിയും ഞെട്ടി, അതുപോലെ തന്നെ ഗൗതവും ഞെട്ടി. ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒരു സംസാരമല്ലല്ലോ അത്. അങ്ങനെ ആ ഒരു കാര്യം കേട്ടതോടുകൂടി എന്തോ കാര്യത്തിന് പിങ്കിയെ നന്ദ ഭയക്കുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കിയെടുത്തു നമ്മുടെ ഗൗതം. അങ്ങനെ ഗൗതം ആ കാര്യങ്ങൾ മനസ്സിലിങ്ങനെ ഇട്ടു. അതിനുശേഷം നന്ദ പറഞ്ഞതല്ലേ എന്നുള്ള ഒരു ഇതിലിങ്ങനെ ഗൗതം നിൽക്കുക. എന്നിട്ട് പിങ്കിക്ക് വളരെ സന്തോഷമായി. ഏതായാലും ഗൗതത്തെ കുറച്ച് നേരത്തേക്ക് കയ്യിലേക്ക് കിട്ടിയല്ലോ, അതിൻ്റെ സന്തോഷം. പക്ഷേ ലക്ഷ്മിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ലക്ഷ്മി അത് പറയുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഗൗതവും നന്ദയും മുറിയിലേക്ക് ചെന്നു. അപ്പോൾ നന്ദ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന നന്ദയുടെ മുന്നിലേക്ക് ഗൗതം ചെന്നു. ഗൗതം ചെന്നിട്ട്, നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചു. എന്തു പറ്റാൻ, എനിക്കൊന്നും പറ്റിയില്ല. അല്ല, നിനക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്. പിങ്കിയുടെ കാര്യത്തിൽ നിനക്ക് എന്താ പറ്റിയിരിക്കുന്നത്? പിങ്കി നിന്നെ എന്തെങ്കിലും കാര്യത്തിൽ പറഞ്ഞ് ഭയപ്പെടുത്തിയോ? പിങ്കിയെ നീ എന്തിനൊക്കെയോ ഭയക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം നീ അങ്ങനെ തന്നെ അനുസരിക്കുന്നതും അതിനുവേണ്ടി കുട പിടിക്കുന്നതും. എന്താ നിനക്ക് പറ്റിയത്? നീ എന്തിനാ പിങ്കിയെ പേടിക്കുന്നത്? പിങ്കി എന്തു പറഞ്ഞാൽ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗൗതം ചോദിച്ചു. അത് ചോദിച്ചപ്പോൾ നമ്മുടെ നന്ദയുള്ള കാര്യം പറഞ്ഞു. വസന്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ പിങ്കി അറിഞ്ഞു. അത് അറിഞ്ഞതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ പറഞ്ഞിട്ടാണെന്നുള്ള കാര്യം പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതത്തിന് ദേഷ്യം വന്നു. മറ്റൊരാൾക്ക് വേണ്ടി നീ എന്തിനാ വെറുതെ നിൻ്റേതായ സ്വാതന്ത്ര്യവും നിൻ്റേതായ ജീവിതവും നശിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുക. അപ്പോൾ എൻ്റേതായ ഒരു ജീവിതം ഞാൻ നശിപ്പിക്കുന്നില്ലല്ലോ എന്ന് നന്ദ പറഞ്ഞപ്പം, അത് നിനക്ക് നിന്റെ മനസാക്ഷി തൊട്ട് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വസന്ത് എന്ന് പറയുന്നവന് വേണ്ടിയിട്ട് നീ എന്തിനാണ് ഇതുപോലുള്ള ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നത്? അതിനു മാത്രം അവൻ നിനക്ക് ആരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗൗതം ദേഷ്യത്തിൽ സംസാരിക്കാം. അപ്പോൾ ആ മനുഷ്യൻ നിരപരാധിയാണെന്നും ആ മനുഷ്യൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ പറയണം. അപ്പോൾ ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞതെന്ന്, അയാൾ ചെയ്തതെല്ലാം ഈ കുടുംബത്തിലുള്ളവർ അനുഭവസ്ഥരാണെന്നൊക്കെ പറഞ്ഞ ഗൗതത്തിനോട്, വല്യച്ഛൻ്റെ മരണത്തിന് കാരണം വസന്ത് സാറാണെന്ന് നിങ്ങളോടൊക്കെ ആരാ പറഞ്ഞത്? നിങ്ങളൊക്കെ എങ്ങനെയാണ് അത് കരുതുന്നത്? നിങ്ങൾക്കതിന് വല്ല തെളിവുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ ആർക്കും ഒരു യോഗ്യതയില്ല ഗൗതം സാർ. ഒരിക്കലും അദ്ദേഹം ഒരു തെറ്റുകാരനല്ല, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ, ഈ കുടുംബത്തെ ഇങ്ങനെയാക്കി അയാൾക്ക് വേണ്ടി നീ എൻ്റെ മുന്നിൽ നിന്ന് വാദിക്കരുതെന്ന് പറഞ്ഞു. അവൻ ഈ നാട്ടിലേക്ക് വന്നത് തന്നെ ഇപ്പോൾ അവൻ ചോദിച്ചു മേടിച്ച ട്രാൻസ്ഫർ കൊണ്ടായിരിക്കും. അവൻ ഈ കുടുംബത്തിൻ്റെ സമാധാനം കളയാനും ഈ കുടുംബം നശിപ്പിക്കാനും വേണ്ടി തന്നെ വന്നവനാ. അതിനു വേണ്ടിയിട്ട് അവൻ നിന്നെപ്പോലും കൂട്ടുപിടിച്ചിരിക്കുന്നത്. സാർ, അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. ഞാൻ ഈ കുടുംബത്തിലെയാണെന്ന് പോലും വസന്ത് സാറിന് അറിയില്ലെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോൾ, അവൻ ഭയങ്കര അഭിനയിക്കാൻ കഴിവുള്ളവനാണെന്നൊക്കെയുള്ള കാര്യമൊക്കെ പറഞ്ഞ ഗൗതം ഇങ്ങനെ. അപ്പം നന്ദ ഇങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി തന്നെ വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയം, നീ എന്താ നിന്റെ ലക്ഷ്യം? പഠിച്ച് ഡോക്ടറാവുക എന്നുള്ളതാണോ? അതെയോ ആഭാസനും പെണ്ണുപിടിയനുമായ അവന് വേണ്ടി ഈ കുടുംബത്തിൽ സമാധാനം കളഞ്ഞ് ഇവിടെ കിടന്ന് വാദിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ഗൗതം ചോദിച്ചപ്പോൾ, അളകനന്ദയുടെ ലക്ഷ്യം ഡോക്ടറാവുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇന്ദീവരത്തിലെ മരുമകൾ എന്നുള്ള നിലയിൽ ഈ നന്ദയുടെ ലക്ഷ്യം പ്രിയേച്ചിയെയും വസന്ത് സാറിനെയും ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം നല്ലവനാണെന്നും ഞാൻ തെളിയിക്കുകയും ചെയ്യും. പ്രിയേച്ചിയെയും അദ്ദേഹത്തിനെയും ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ വില്ലിങ്ങാക്കുകയും ചെയ്യും.
ഗൗതം സാറ് നോക്കിക്കോളാൻ പറഞ്ഞു. നന്ദ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എടുത്തു ചാടി ഈ വീട്ടിലെ സമാധാനം കളയരുതെന്നൊക്കെ ഗൗതം ആവർത്തിച്ച് പറയുന്നു. പക്ഷെ നന്ദ തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു വിട മാറാനായിട്ട് നമ്മുടെ നന്ദ തയ്യാറല്ല. അങ്ങനെ ഗൗതവും നന്ദയും കൂടി അതും പറഞ്ഞ് വഴക്കും കാര്യങ്ങളൊക്കെ ആയി. എന്തായാലും ഗൗതത്തിൻ്റെ മുന്നിൽ നോക്കി വെല്ലുവിളിച്ചു, അതുപോലെ തന്നെ സംസാരിച്ചിട്ട് അങ്ങ് പോകുക. അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ കഴിഞ്ഞു. പക്ഷെ ഇതൊന്നും വേറെ ആരും അറിയുന്നില്ലല്ലോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രിയയുടെ ഇപ്പോഴത്തെ കല്യാണക്കാര്യത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്യാനായിട്ട് എല്ലാവരും കൂടെ ഹോളിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയം നമ്മുടെ അരുന്ധതിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് അവിടെ നിന്ന് അനിയന്മാർ പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതെ, ഇനിയിപ്പോൾ നമുക്ക് മറ്റാരെയും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു സന്തോഷം കടന്നു വരാൻ പടിവാതിൽക്കൽ അത് നോക്കി നിൽക്കുകയാണെന്നും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അരുന്ധതി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അരുന്ധതി ഇത് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്മിയും അതുപോലെ പ്രിയയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു കാര്യമൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രിയയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. പ്രിയ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കുക, അട്ടയ്ക്ക് പിടിച്ച് താനായിട്ട് ഇനി മറ്റാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദയെ മാത്രം കണ്ടില്ല. അപ്പോൾ നന്ദ എന്തെന്ന് ചോദിച്ചപ്പോൾ അവൾ വന്നാലും ഇല്ലെങ്കിലും നമുക്കിവിടുത്തെ കാര്യങ്ങളെല്ലാം സംസാരിക്കണം. കാരണം അവളെ ഇവിടുത്തെ മരുമകളായിട്ട് ആരാ കൂട്ടിയിരിക്കുന്നത്? അവൾ ഈ കുടുംബത്തിലെ ആരെങ്കിലും ആണെങ്കിലല്ലേ അവൾക്ക് ഇവിടെ വന്നിരിക്കേണ്ട കാര്യമുള്ളൂ എന്നും പറഞ്ഞ് അവിടെയും നമ്മുടെ നന്ദയെ പുറം കാലുകൊണ്ട് ചവിട്ടി എറിയുന്നു. അങ്ങനെ നന്ദ അവിടെ ഒരധികപ്പറ്റാണെന്ന് ഗൗതത്തിൻ്റെ മുന്നിൽ വെച്ചാണ് പറയുന്നത്. പക്ഷേ അതൊന്നും ഗൗതം പ്രതികരിക്കുന്നില്ല അതിനൊന്നും. അങ്ങനെ ഇവരിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തൊന്ന് പോകണം. അപ്പോൾ ഈ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ നന്ദ ഇറങ്ങി വന്നിട്ട് ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല കേട്ടോ എന്ന് ആദ്യമേ തന്നെ തൻ്റെ കാര്യം അങ്ങ് അറിയിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തൊന്ന് പോകണം, അതുകൊണ്ടാട്ടോ ഞാൻ എൻ്റെ വോട്ട് ആദ്യം തന്നെ രേഖപ്പെടുത്തിയതെന്ന് പറയുവാണ് നന്ദ. നീ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ കുടുംബത്തിൽ നിന്ന് ഇന്നേ ദിവസം ആരും എങ്ങും പോകരുത് എന്നുള്ള കാര്യം എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചതാണ്. ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്തൊരിത് നിനക്കെന്താണെന്ന് ചോദിച്ചപ്പം എനിക്ക് അത്യാവശ്യമായിട്ട് ഇന്ന് പോയേ പറ്റൂ, പോകാതെ ഒരു രക്ഷയില്ല, എന്നെ നോക്കി അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മോഹിനി ഗൗതത്തിൻ്റെ നേരെ, അല്ല ഗൗതം, നിനക്ക് പോലും ഇല്ലാത്ത പ്രാധാന്യം അല്ലെങ്കിൽ നീ പോലും പറയാത്ത കാര്യങ്ങൾ നന്ദ ചെയ്യുന്നവളാണല്ലോ, നിനക്ക് പോലും ഇല്ലാത്ത പ്രാധാന്യം ഏതോ അദ്ദേഹത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്നു. ഏതാടാ അദ്ദേഹം? അദ്ദേഹത്തിന് കൊടുത്ത വാക്കു പാലിക്കാൻ ഇത്രയും ധൃതി കാണിക്കേണ്ട കാര്യം എന്താ നന്ദയ്ക്കെന്നൊക്കെ ഗൗതത്തിനോട് ഇങ്ങനെ മോഹിനി അവിടെ ഇരുന്ന് കളിയാക്കി ചോദിക്കുക. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദ കയറി പറഞ്ഞു, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും മോഹിനിയോട് അഭിപ്രായം പറയേണ്ടെന്ന്. എന്തായാലും ഞാൻ പറഞ്ഞത് ഞാൻ വാക്ക് കൊടുത്തതാണ്, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ ഗൗതം സാർ ഞാൻ പോവുകയാണെന്നും പറഞ്ഞു പോണു. നന്ദ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം നന്ദയെ പിടിച്ച് നിർത്തുക. എന്നിട്ട് പിന്നാലെ ചെന്നു, ഇന്നീ ദിവസം ഈ വീട്ടിൽ നിന്ന് നീ പോകാൻ ഞാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് നന്ദയുടെ കൈക്ക് കയറി പിടിച്ചു ഗൗതം. ആ സമയത്ത് ഗൗതത്തിൻ്റെ ദേഷ്യം ഇതൊക്കെ കണ്ട് നന്ദയും ആകെ പേടിച്ചു. പക്ഷേ ഗൗതം സാർ വീട്, ഞാൻ ഗൗതം സാറിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയാം. പക്ഷേ പിങ്കിക്കൊരു അബദ്ധം പറ്റിയത്, പിങ്കി അവസാന പിടിവള്ളിയായിട്ട് കയറി പിടിച്ചിരുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അതിൽ നിന്ന് ഗൗതത്തിനെ തട്ടിയെടുക്കാമെന്ന്. പക്ഷേ എന്ത് ചെയ്യാം, കാര്യങ്ങൾ മൊത്തം ഗൗതം തന്നെ ഫ്ലാഷ് ആക്കിയതുകൊണ്ട് ഇനി പിങ്കിക്ക് ആ ഒരു വക കാര്യങ്ങളൊന്നും നടക്കില്ല. എന്തായാലും നമ്മുടെ ഗൗതം പറഞ്ഞു, നീ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഇന്ന് ഇവിടുന്ന് പ്രശ്നമില്ലെന്ന്. ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞോണ്ട് ഇവർ രണ്ടുപേരും പിടിയും വലിയും കുടുംബം. പിങ്കി പറഞ്ഞു, ഇത്രയും അംഗങ്ങൾ ഇവിടെ ഇരിക്കുന്നതൊന്നും നിങ്ങൾക്ക് കാണാൻ കണ്ണില്ലേ? നിങ്ങൾ ഇതുപോലെ മര്യാദക്കായിട്ട് ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് കാണിക്കണമെന്ന് ചോദിച്ചപ്പം വിട് ഗൗതം സാർ, പിങ്കി പറഞ്ഞത് അതിൻ്റെ ശരി, എന്നെ വിടുന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ നന്ദ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രിയ ചോദിച്ചു, നിനക്ക് എന്താ ഗൗതം പറ്റിയത്? അവൾ പോവുകയാണെങ്കിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പം ഇല്ല പ്രിയച്ചി, ഞാൻ വിടില്ല. കാരണം ഇവൾ ആരെയാണ് കാണാൻ പോകുന്നതെന്നും ഇവൾ ആരെയാണ് ലഞ്ചിന് ക്ഷണിച്ചിരിക്കുന്നതെന്നും പ്രിയച്ചിക്ക് അറിയാവുന്ന ചോദിച്ചു. പ്രിയച്ചിയുടെ വസന്തിനെയാണെന്ന് പറഞ്ഞപ്പോഴേക്കും പ്രിയ ഞെട്ടിപ്പോയി. അതുപോലെ ഓരോരുത്തർ അന്താളിച്ച് ഇങ്ങനെ നോക്കുക. അങ്ങനെ ആ ഒരു അന്താളിപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പം, നീ ആള് കൊള്ളാവല്ലോടി വച്ചേ, ഞങ്ങളുടെ കുടുംബത്തെ ഈ അവസ്ഥയിലാക്കിയ ഞങ്ങളുടെ വല്യേട്ടനെ കൊന്നവൻ്റെ കൂടെ തന്നെ നിനക്ക് പോകണം ലഞ്ചിനല്ലേടി എന്നും ചോദിച്ചുകൊണ്ട് മഹേശ്വരൻ അങ്ങനെ അവിടെ പറയുമ്പോൾ, അദ്ദേഹമാണ് വല്യച്ഛനെ കൊന്നതെന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അദ്ദേഹം തെറ്റുകാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം തെറ്റ് ചെയ്യില്ല. അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യനോ ഒരിക്കലും അതുപോലെ ഒന്നും ആവാൻ കഴിയില്ലെന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ വസന്തനെക്കുറിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു വാദിക്കുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഒറ്റക്കെട്ടായി നന്ദയെ എതിർക്കുന്നു. പ്രിയ മാത്രം ഒരു നിമിഷത്തേക്ക് ഇങ്ങനെ എന്താ പറയുന്നത് പകച്ചു കയറി നിൽക്കുക. പ്രിയയ്ക്ക് ഒരു നേരത്തേക്ക് എന്താ പറയുക ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ പ്രിയ ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയം നമ്മുടെ നന്ദ
പ്രിയയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എന്ത് സംഭവിച്ചാലും ഞാനിന്ന് ഇവിടുന്ന് പോയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ആ പടി ഇറങ്ങി പോകുന്നു. നന്ദ പടി ഇറങ്ങി പോകുമ്പോൾ കണ്ടില്ലേ അവളുടെ അഹങ്കാരം, അവളാണ് ഈ കുടുംബം നശിപ്പിക്കാൻ വന്നവളെന്നൊക്കെ പറഞ്ഞു. അപ്പം നന്ദ ഇറങ്ങിപ്പോയി. പിന്നെ അവിടെ നടന്ന സംസാരങ്ങൾ ഇതെല്ലാം കേട്ടിങ്ങനെ തല പെരുത്ത് നമ്മുടെ പ്രിയ അവിടെ ഇരിക്കുന്നു. പ്രിയയ്ക്കൊന്നും മിണ്ടാനോ അല്ലെങ്കിൽ ഒന്ന് അനങ്ങാനോ പോലും കഴിയാതെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിയാണ് ഇന്നത്തെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.